അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് UI മൂവിയിലെ ഒരു സൗണ്ട് ഓഫ് UI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കുറച്ചൊരു വലിയ വീഡിയോ ആണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വല്ല പാട്ടാണോ ഓർ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുള്ളത്. പക്ഷേ നമ്മള് സൗണ്ട് ഓഫ് സലാറും അങ്ങനെയുള്ള സംഭവം, സൗണ്ട് ഓഫ് ബീസ്റ്റിന്റെ സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ആ ഒരു പടത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമുക്കറിയാലോ അജനീഷ് ലോകനാഥാണ് മ്യൂസിക്. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. കാരണം ഇതിലെ മുന്നേ സോങ് ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിലും ആ സോങ്സിലൊക്കെ എന്തോ ദർ ഇസ് സംതിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സോങ്. ആൻഡ് ചീപ്പ് സോങ്ങിന് വേണ്ടിയിട്ട് പീപ്പിൾ ആർ വെയിറ്റിംഗ് സിൻസ് ദ ഡേ ദ ഗ്ലിംസ് ഹാസ് കം. അപ്പൊ ഇപ്പോഴത് ഇറക്കിയിട്ടില്ല. പക്ഷേ ആൻഡ് സെക്കൻഡ് സോങ് വാസ് ഓൾസോ ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര ഒരു അർത്ഥമൊക്കെ ഉള്ള ഒരു സോങ്. അത് മാത്രമല്ല ഒരു ഡിഫറെന്റ് ആയിട്ട്, അതായത് എസ്പെഷ്യലി ദ വൈബ് ഓഫ് ദ കറന്റ് സിറ്റുവേഷൻസ് അതൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് when there would be an announcement something is coming out from UI movie, we would have a high expectation. Yeah, because after a long gap Yugandhar sir is coming for a direction. അതന്നെയാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ. സോ നമുക്ക് എന്തായാലും നേരെ ആ ഒരു സൗണ്ട് ഓഫ് UI കാണാം. റെഡി? ഓ, വേൾഡ് ഓഫ് UIയും കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. Oh, that background score. Team. Because the contribution, right? Avatar vibe. Fantasy. That's what something is there. My God, this experience. The ball of UI. This October. Film by Petra. ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. It's like a sound of UI അല്ല, it's a soul of UI. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഉണ്ട്. ആൻഡ് ലൈക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എക്സാക്ട്ലി ഒരു നമ്മള് അജനീഷ് ലോകനാഥിന്റെ മറ്റ് മ്യൂസിക്കിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. ലൈക്ക് നമ്മൾ മറ്റേതൊക്കെ കുറച്ചും കൂടി ഒരു ദേശി വൈബ് ഉണ്ടായിരിക്കും അതിനകത്ത്. പക്ഷെ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു ദേശി വൈബിനേക്കാളും മോറോവർ ഒരു ഫാന്റസി വൈബ്. മറ്റേതൊക്കെ ദേശി മാത്രമല്ല ഫോക്ക് വൈബ് ഉണ്ടാവാറുണ്ട്. ഫോക്ക് ഉണ്ടല്ലോ, ഒരു ഫോക്ക് സംഭവം ഉണ്ടാവാറുണ്ട്. ലൈക്ക് ആൻഡ് ദിസ് ഇസ് ലൈക്ക് സംതിങ് ഒരു ഫാന്റസി വൈബ്. ആൻഡ് മറ്റേ മൂവിയിലായിരുന്നു സുദീപ്സ് മൂവി ലൈക്ക് വിക്രാന്ത് റോണ. ബിക്കോസ് ഐ ഹാവന്റ് വാച്ച്ഡ് ദ മൂവി. പക്ഷേ ലൈക്ക് വെൻ ഐ വാസ് വാച്ചിങ് ദാറ്റ് സോങ്സ് ആൻഡ് അതർ തിങ്സ് ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നു. ഇല്ലേ, ഒരു ഫാന്റസി വൈബ് ആണോ? ഓക്കെ. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിന്റെ ഒക്കെ ഒരു വൈബ് ആണ് എക്സാക്ട്ലി കിട്ടുന്നുണ്ടായിരുന്നത്. അതായത് ഒരു ഡിഫറെന്റ് വേൾഡ് ഓഫ് UI. അത് തന്നെയാ സംഭവം. അപ്പൊ അതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് ഒരു റിയൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ച് കുറവാണ് എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് അതൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കുറച്ചും കൂടി നമ്മൾ കണ്ട് ഇരുന്ന് മനസ്സിലാക്കേണ്ട കുറെ സംഭവങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട് പടത്തില്. എന്തായാലും പക്ക വെറൈറ്റി ആണ്. ഇതിലെ ഓരോ സംഭവങ്ങളും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. It's a variety. അതുകൊണ്ട് തന്നെയാണ് it has taken this much time, because he's directing and also he's acting in this movie. So he has to give 100% for both roles, and also like we know he won't compromise in anything. And that too, each updates is coming with an announcements. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അത്രയും എക്സ്പെക്ടേഷൻ തരാൻ വേണ്ടി നോക്കുന്നുണ്ട്. So that our first day, see how we are waiting for Barro's movie in Malayalam, right? The same way we are waiting for UI
ഫ്രം സാൻഡൽവുഡ്. അപ്പൊ അങ്ങനെ ഒരു വൈബാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. See, for Barrows we are waiting for years. അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ്, അതുപോലത്തെ ഒരു വൈബൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ് ഓൾസോ സി ഓൾ ദ സിംഗേഴ്സ്, ഓൾ ഫോറിനർ സിംഗേഴ്സ്, ലൈക്ക് അവര് ഒരു സ്കോർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലൈക്ക് സംതിങ് ഇസ് ദയർ ഇൻ ദിസ് മൂവി. അപ്പോ അതിലെന്താ പറയാ, ഈവൻ സോങ്സിന് വേണ്ടിയിട്ട് വരെയും ആളുകൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും പിന്നെയാണെങ്കിൽ ബിക്കോസ് ഓഫ് ദ UI മൂവി, UI അപ്ഡേറ്റ്സ് ഓൺലി വി വാച്ച് ദിസ് ഉപേന്ദ്ര മൂവി. Because we haven't experienced with any of his movies. Appo adonde thanne like when we were watching, like, or people used to comment like, okay, he's a very great director and also actor. Appo ade experience cheyanayirunnu, like we reacted to Upendra movie. That was so great experience when we were watching. Namalku manasilayi aal endana sambhavam ennallathu, because at that era he has made something different and unique. Yeah, total. അതിനകത്ത് അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം ലൈക്ക് പറയാതെ പറയുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ. സോ വി ഗോട്ട് ഹിസ് സ്റ്റൈൽ. സോ ദാറ്റ്സ് വൈ ദിസ് മച്ച് എക്സ്പെക്ടേഷൻ ഇസ് ദെയർ ഫോർ ദിസ് പർട്ടിക്കുലർ മൂവി. അപ്പൊ എന്തായാലും പ്ലീസ് ഷെയർ യുവർ ഒപ്പീനിയൻ. ആൻഡ് ഓൾസോ ലൈക്ക് ഒക്ടോബറിലാണ് പടം വരുന്നത്. സോ വെയിറ്റിംഗ് ഫോർ മോർ അപ്ഡേറ്റ്സ് ഫ്രം ദിസ് മൂവി ടു. വിൽ സീ അനദർ വീഡിയോ.